മാവ് പുളിക്കണ്ട, തലേ ദിവസമേ മാവ് അരച്ച് വയ്ക്കണ്ട. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ പറ്റിയ ഇൻസ്റ്റൻറ്റ് ദോശ ഉണ്ടാക്കാം. കൂടെ കഴിക്കാൻ വളരെ എളുപ്പത്തിൽ ടൊമാറ്റോ കാര ചട്നിയും ആവാം. അതും ഉണ്ടാക്കാൻ എളുപ്പമാണ്. 1/4 കപ്പ് സാമ്പാർ പരിപ്പ്, കൂടെ 1/4 കപ്പ് കടലപ്പരിപ്പ് 1 മണിക്കൂർ സോക്ക് ചെയ്യാം. കുതിർത്ത വെള്ളം കളഞ്ഞ ശേഷം വളരെ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കണം. ഇതിലിനി പാകത്തിന് ഉപ്പ്, പിന്നെ 1/2 കപ്പ് റവ, ഇത്രയും കൂടെ ദോശമാവിൻ്റെ പാകത്തിന് അരച്ച് കൂടെ 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, ഇത്രയും ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ദോശമാവ് റെഡിയായി. ഇതിനി 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഈ സമയം ചട്നി ഉണ്ടാക്കാം. നല്ല രുചിയുള്ള ടൊമാറ്റോ കാര ചട്നിയാണ് ഉണ്ടാക്കുന്നത്. 1 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് 1 സ്പൂൺ കടലപ്പരിപ്പ്, 1 സ്പൂൺ ഉഴുന്നും നല്ല മണം വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വറുക്കാം. ഇതിൻ്റെ നിറം ചെറുതായി മാറി തുടങ്ങുമ്പോൾ 1 സവാള ചേർത്ത് വീണ്ടും ഉള്ളി സോഫ്റ്റായാൽ മാത്രം മതി, അതുവരെ വഴറ്റാം. ഇനി 1 ചെറിയ പീസ് ഇഞ്ചി, കൂടെ 5 വെളുത്തുള്ളി, പിന്നെ എരിവിനനുസരിച്ച് മുളകും ചേർത്ത് വീണ്ടും വഴറ്റി മുളകിൻ്റെ നിറം മാറി വരുമ്പോൾ 3 ടൊമാറ്റോ തിന്നായി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൂടെ പാകത്തിന് ഉപ്പ്, 1 ചെറിയ പീസ് പുളി, അതുപോലെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായി 1 ചെറിയ പീസ് ശർക്കരയും ചേർത്ത് വഴറ്റി നന്നായി തണുത്ത ശേഷം അരച്ച് ചട്നി ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായി 1 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കടുക്, മുളക്, കറിവേപ്പില ഇത്രയും വറുത്ത് ചേർക്കാം. ഈ ചട്നി കഴിക്കാൻ നന്നായിരിക്കും. ചൂടായ ദോശ തവയിൽ നല്ലെണ്ണ ബ്രഷ് ചെയ്ത് ദോശ ബാറ്റർ കൺസിസ്റ്റൻസിയിലുള്ള മാവ് ആവശ്യത്തിന് ഒഴിച്ച് കനം കുറച്ച് പരത്തി ആവശ്യത്തിന് നല്ലെണ്ണയും ചേർത്ത് നല്ല ക്രിസ്പി തിൻ ദോശ ഉണ്ടാക്കാം. ഈ ദോശ മാത്രമായി കഴിക്കാൻ നല്ല രുചിയാണ്. ഇവിടെ ഇപ്പോൾ ടൊമാറ്റോ കാര ചട്നി നന്നായി മിക്സ് ചെയ്ത് ദോശയുടെ കൂടെ കഴിക്കാം. പെട്ടെന്നുണ്ടാക്കാം, കഴിക്കാൻ നല്ല രുചിയാണ്, ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. ഏത് സമയത്ത് കഴിക്കാനും പറ്റിയതാണ് ഈ ടേസ്റ്റി ഇൻസ്റ്റൻറ്റ് ദോശയും പിന്നെ ടൊമാറ്റോ ചട്നിയും.